എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി വീഡിയോൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കുറച്ച് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിമത്തി തേങ്ങ അരച്ച കറിയും ഫിഷ് ഫ്രൈയും വറവും അച്ചാറും തൈരും ഒക്കെ ആയിട്ട് നല്ലൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നിടത്തുനിന്നാണ് നിർത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്നിടത്ത് തന്നെ തുടങ്ങാം. ഇതുപോലെ ഒരു പാനത്തിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊരിച്ചുമ്പോഴെല്ലാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലയെല്ലാം തേച്ച് വെച്ച മത്തി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ അത് അവിടെ നിന്ന് പൊരിയട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അടച്ച് വെച്ച കറി ഉണ്ടല്ലോ അത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് പുളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കുറവുള്ളതെല്ലാം ചേർത്ത് കൊടുക്കട്ടെ. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് ഇളക്കാൻ നിൽക്കണ്ട. അങ്ങനെ ആകുമ്പോൾ മീൻ പൊട്ടിപ്പോവും. അപ്പം ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ ഒരു മീനെല്ലാം വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ മീനെല്ലാം വെന്ത് ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് തിക്കായി വരും. ഇതുപോലെ അപ്പം തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. നല്ല രുചിയുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് മീൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. മത്തിയെല്ലാം നല്ലതുപോലെ പൊരിയണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ മീനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു അടുപ്പത്ത് വറവും കൂടെ റെഡിയാക്കാം. നമ്മൾ കണ്ണൂരെല്ലാം വറവ് എന്നാണ് കേട്ടോ പറയൽ. തോരന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പും കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം തുണി വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞ രൂപത്തിൽ ആയി പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെണ്ടക്ക വറുത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞ രൂപത്തിലോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള ഇതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മിക്സാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ വെണ്ടക്ക വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് 3 വിസിൽ വന്നപ്പോൾ അടുപ്പ് ഓഫ് ആക്കിയിട്ട് കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പിലേക്ക് അത് ഊറ്റി കൊടുക്കുക. അങ്ങനെ അടിപൊളി ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ മീൻ കറി പിന്നെ വറവ് പൊരിച്ചത് എല്ലാം റെഡിയായി. ഇനി ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച കുഞ്ഞിമത്തി കറിയും പിന്നെ വെണ്ടക്ക വറവും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ തൈര് സാലഡ് അത് ഞാൻ എപ്പോഴും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കലുണ്ട്. കുക്കുംബർ കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് തൈരും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ നല്ലൊരു ചെമ്മീൻ അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അടിപൊളി ചെമ്മീൻ അച്ചാറാണ്. ഈ ഒരു അച്ചാർ മാത്രം മതിയായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കാൻ. അതും കുറച്ച് ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ നടുവിലായിട്ട് അല്പം മീൻ കറിയും കൂടെ ഒഴിച്ചിട്ട് രുചിയോടെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.